3-4 ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇതാ കുറച്ചൊരു ഉലർച്ച കിട്ടിയിട്ടുണ്ട്. എൻ്റെ നാട് മലപ്പുറമാണ് കേട്ടോ. മലപ്പുറത്ത് കൊണ്ടോട്ടിയിലാണ് എൻ്റെ വീട്. മലേൻ്റെ മേലായതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ്. എപ്പോഴാണെന്നറിയില്ല വീടിൻ്റെ മേലേക്ക് മരങ്ങളൊക്കെ വന്ന് ചാടുന്നത് കേട്ടോ. ഇന്നലെ ഇപ്പോൾ കാറ്റത്ത് ഈ ഡാർപ്പായൊക്കെ പൊട്ടി വീണേന്നു. പിന്നെ നമ്മൾ പിടിച്ച് വലിച്ച് കെട്ടിയതാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ തുണികളൊന്നും ആറിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുന്നിലും പിന്നിലും എല്ലാ ഭാഗത്തും നമ്മൾ അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള മണ്ണൊക്കെ താഴെ റോട്ടിലേക്ക് ഒലിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തേക്ക് ഇനി വണ്ടിയൊന്നും കയറാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ട ശേഷം അതാ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിൽ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ചോറ് അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേ ചോറ്റും കലത്തിൽ അമ്മ കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഇത്തിരി പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം അടുപ്പ് കത്തിച്ച് വെച്ചാൽ മസാല ഒക്കെ കുഴക്കുമ്പോഴത്തേനും അടുപ്പണ്ട് കത്തി പിടിച്ചാൽ സമാധാനത്തിൽ അടുപ്പത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ പാർട്സൊക്കെ വെട്ടി വൃത്തിയാക്കിയ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരിത്തിരി ഉലുവ, പെരിഞ്ചീരകം, അതൊക്കെ ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് സാധാരണ വെപ്പാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വയ്ക്കുക. ഇങ്ങനെ വെക്കണതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ മാറ്റി വയ്ക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് അതേപോലെ അടുപ്പത്ത് വയ്ക്കും കേട്ടോ. അനുമോൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പാർട്സ് കറി. അനുമോൾക്ക് പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഇത്തിരി ചിക്കൻ മേടിക്കലാണ് കേട്ടോ എപ്പോഴായാലും. അനുമോൾ തീരെ കഴിക്കൂല. അനുമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളാണ് കേട്ടോ. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാൾ അനുമോൾ, ഒരാൾ അമ്മമോൾ. അമ്മമോൾക്ക് പിന്നെ 2 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. അമ്മമോൾക്ക് പിന്നെ ഏതും പ്രശ്നമില്ല. അങ്ങനെ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പാർട്സ് കറി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഇതാ അനുമോൾക്കുള്ള ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വയ്ക്കുകയാണ് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പും ഒരിത്തിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചതുണ്ടായിരുന്നു. അതും കൂടെ കൂട്ടിയിട്ട് കുഴച്ച് വയ്ക്കുകയാണ്. എന്നാൽ പിന്നെ പാർട്സ് കറി ആയിട്ട് അത് അടുപ്പിൽ തന്നെ വെച്ച് വേവിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുഴച്ച് വയ്ക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയതാണ് കേട്ടോ. അച്ഛനും അമ്മയും ഏട്ടനൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. മൂത്ത മോള് കളിക്കാനായിട്ട് പോയതാണ്. അകത്തൊക്കെ അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ടി വിയും അപ്പുറത്ത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥനയൊന്നും ഇല്ല കേട്ടോ. മഴ ആയത് കാരണം വിളക്ക് വേഗം കൊലയിൽ കൊണ്ടുപോയി വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. കാറ്റും മഴയും വരുമ്പോൾ പിന്നെ പേടിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ് വീട്ടിൽ. മരങ്ങളെല്ലാം വീടിൻ്റെ മേലെ കൂടെ വീഴുമെന്നുള്ള പേടിയാണ്. ഇത്തിരി മഴയ്ക്കൊരു ശമനം തോന്നിയപ്പോൾ ഞാൻ വേഗം അലക്കിയതൊക്കെ കൊണ്ടുപോയിട്ട് ആറിയിടാൻ നോക്കുകയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. കുറേ തുണികളൊക്കെ നമ്മൾ അലക്കി വെച്ചതായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ കാറ്റിൽ താഴെ വീണിട്ട് പിന്നെയും ഞാൻ അലക്കിയെടുത്തതാണ് കേട്ടോ. ഇതന്നെ ഒരു പണിയാണ് കേട്ടോ. ക്ലിപ്പൊക്കെ അമ്മസൂട്ടി അനൂട്ടിയൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ആറിയിടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ഒരു തണുപ്പേ. കാറ്റും കോടമഞ്ഞും എല്ലാം കൂടെ ആയിട്ട് മുഖമൊക്കെ ആകെ മരവിക്കട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മളെ കറി എന്തായി പോയി നോക്കാൻ പോവുകയാണേ. വേഗം വാതിലടച്ചിട്ടില്ലെങ്കിൽ ജന്തുക്കൾ എന്തെങ്കിലും അകത്തേക്ക് കയറി വരും. അപ്പോൾ പിന്നെ ഞാൻ വേഗം വാതിലടച്ചിട്ട് പോവുകയാണ് കേട്ടോ. അടുക്കളയ്ക്ക് എത്താൻ കുറച്ച് സമയമുണ്ട്. കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് പോയിട്ടുണ്ട് ഈ സമയം. അപ്പം നമ്മളതാ അടുപ്പത്ത് വെച്ചിട്ടുള്ള പാർട്സിന് തീയൊന്നും കത്തണില്ല കേട്ടോ. തീയൊക്കെ ആകെ കിട്ട് ആറിയിട്ടുണ്ട്. പക്ഷെ കണലുള്ളതുകൊണ്ട് പാർട്സ് കറി ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അമ്മേൻ്റെ ആടുംകുട്ടികളാണ് കേട്ടോ ഈ കരയണത്. 4 ആടുംകുട്ടികളുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പം അങ്ങനെ ഇതാ നമ്മളെ പാർട്സ് കറി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അനുമോൾക്കുള്ള ചിക്കൻ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പൊരിച്ച ചിക്കനായ അനുമോൾക്ക് പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ. വെറും ചോറും ചിക്കനും മാത്രം കൂട്ടിയിട്ട് കഴിക്കുക ആൾ.
അമ്മേൻ്റെ ആടുംകുട്ടിയൊക്കെ വിശന്നിട്ട് വയ്യ കേട്ടോ. അങ്ങനെ ആടുംകുട്ടികൾ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വേഗം കൊണ്ട് തീർത്ത് വെക്കുകയാണ്. അമ്മയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാ പണികളും തീർന്നാൽ പിന്നെ ഒരു സമാധാനമല്ലേ. അപ്പം അങ്ങനെ വേഗം പണികളൊക്കെ വേഗം ഒരുക്കി വെക്കുകയാണ്. ഈ പാർട്സ് കറി ഇനി രാത്രിത്തേക്കും തന്നെയാവും കേട്ടോ. ഇനി വേറെ കറിയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മളെ അമ്മൂസ് ഉണർന്നിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പണി കഴിഞ്ഞ് വന്നതാണ്. പിന്നെ അമ്മൂസുട്ടീനൊക്കെ ഒന്ന് ഉറക്കി തോളിലിട്ട് കൊണ്ടുവന്ന് ഉറക്കിയതാണ് കേട്ടോ ഞാൻ. ആളുറങ്ങി കിട്ടാൻ കുറച്ച് സമയമെടുത്തു. അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പുമാവും പാർട്സ് കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. ചോറിനെ വേണമെന്നില്ല കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും ആയാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പുമാവും പാർട്സ് കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും തോന്നുന്നുണ്ട്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ഛനാണ് അപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് കടയിൽ പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് പേടിയാവുക. തെങ്ങിന് ഭയങ്കര ആട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റടിക്കും തോറും ഞാൻ മേലേക്ക് നോക്കുകയാണ് കേട്ടോ. തെങ്ങ് താഴെ വരുമോ നോക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.